വിദ്യാർത്ഥികൾ നെഞ്ചെടുപ്പോടെ കാത്തിരിക്കുന്ന SSLC ഫലപ്രഖ്യാപനം ഇന്ന് ഉച്ചകഴിഞ്ഞാണ് നടക്കുക. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക. 4,27,105 വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകാൻ അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അൻഫിലിറ്റ്, കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപക്ഷെ നേരത്തേക്ക് ഇത്തവണ ഫലപ്രഖ്യാപനം വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രത്യേകത. നെഞ്ചിടിപ്പോടെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുകയാണ്. വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളും കാത്തിരിക്കുന്നു. 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? നന്ദു, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന SSLC പരീക്ഷാ ഫലം ഇന്ന് അറിയാനാവുന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ഇത്തവണ ഫലപ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ മെയ് 19-നായിരുന്നു ഫലപ്രഖ്യാപനം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് മെയ് 8-നാണ്. ഏകദേശം ഒരു 10-15 ദിവസം മുന്നേ തന്നെ ഫലപ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞു. അതായത് ഈ മൂല്യനിർണ്ണയമൊക്കെ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചതുകൊണ്ടാണ് ഇക്കുറി നേരത്തെ SSLCയുടെ ഫലപ്രഖ്യാപനം നടത്താൻ കഴിയുന്നത്. ഏകദേശം 80-70 ക്യാമ്പുകളിലായി 14 ദിവസം കൊണ്ടാണ് മൂല്യനിർണ്ണയമൊക്കെ പൂർത്തീകരിക്കാനായത്. ഇക്കുറി വളരെ വേഗത്തിൽ മൂല്യനിർണ്ണയം പൂർത്തീകരിച്ചതുകൊണ്ട് മാത്രമാണ് SSLC പരീക്ഷാ ഫലം വേഗത്തിൽ തന്നെ ഇത്തവണ പ്രഖ്യാപിക്കാൻ കഴിയുന്നത്. ഏകദേശം 4,27,105 കുട്ടികൾ, കൃത്യമായി പറയുകയാണെങ്കിൽ 4,27,105 കുട്ടികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. അതുകൊണ്ട് തന്നെ ഇത്രയും വിദ്യാർത്ഥികൾ ഇന്ന് SSLCയുടെ പരീക്ഷാഫലം കാത്തിരിക്കുകയാണ്. 3 മണിക്ക് മന്ത്രി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തുന്നു. ഫലപ്രഖ്യാപനം നടത്തിയ 1 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വെബ്സൈറ്റുകളിലൊക്കെ തന്നെ ഫലപ്രഖ്യാപനം അറിയാൻ കഴിയും. നിരവധി വെബ്സൈറ്റുകളാണ് സർക്കാർ തലത്തിൽ ഇതിനായി സജ്ജമാക്കിയിരിക്കുന്നത്. PRD.gov.com, അതോടൊപ്പം തന്നെ SSLC എക്സാം റിസൾട്ട്സ് gov.com, കേരള റിസൾട്ട്സ് gov.com, അങ്ങനെ നിരവധി വെബ്സൈറ്റുകളിലൊക്കെ തന്നെ സർക്കാരും കൈറ്റുമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PRDയുടെ മൊബൈൽ ആപ്പും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ കൃത്യമായ SSLC പരീക്ഷാഫലം അറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ കൈറ്റിൻ്റെ നേതൃത്വത്തിൽ പല മൊബൈൽ ആപ്പുകൾ, അതായത് ജില്ല തിരിച്ചുള്ളതും ഉപജില്ലാ തലത്തിലുള്ളതും റവന്യൂ ജില്ലാ തലത്തിലും ഓരോ ജില്ലകളിലെയും SSLC പരീക്ഷകളുടെയും ആ സ്കൂളുകളുടെയൊക്കെ മികവ്, ഈ രീതിയിലുള്ള അവലോകനം നടത്തുന്നതിന് വേണ്ടിയുള്ള മൊബൈൽ ആപ്പുകളുമൊക്കെ കൈറ്റിൻ്റെ നേതൃത്വത്തിലും സജ്ജമാക്കിയിട്ടുണ്ട്. ഇത്തവണ SSLC ഫലപ്രഖ്യാപനം വളരെ വേഗത്തിൽ നടത്തുകയും അതോടൊപ്പം തന്നെ കുറ്റമറ്റതാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയും പൂർത്തിയാക്കിയതിന് ശേഷം തന്നെയാണ് വളരെ വേഗത്തിൽ ഇക്കുറി SSLCയുടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത്.